ഡിയർ മാനിഫെസ്റ്റേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളും പക്ഷേ വളരെ പവർഫുള്ളുമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാക്കുകയും നിങ്ങൾ ഒരു ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചേരുകയുമാണ്. അതിനായി നിങ്ങൾ ആദ്യം കണ്ണുകൾ അടച്ച് 5 തവണ ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമായി തീരും. അതിനുശേഷം നിങ്ങൾ ഒരു നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിലെ 5 കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 കാര്യങ്ങൾ എഴുതിയ ശേഷം അത് ഓരോന്നും വായിച്ചിട്ട് അത് നിങ്ങൾക്ക് നൽകിയതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. ഇത് നിങ്ങളെ ഒരു ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക്, അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കും. അതിനു താഴെയായി നിങ്ങൾ നിങ്ങളുടെ നല്ല ക്വാളിറ്റി, പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ്, അതായത് നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റീസ്, നിങ്ങളുടെ ഏതൊക്കെ ക്വാളിറ്റീസാണ് അവർക്ക് ഇഷ്ടമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് ഇഷ്ടമുള്ള ക്വാളിറ്റീസ് 5 എണ്ണം എഴുതിയ ശേഷം അത് ഓരോന്നും ഉറക്കെ വായിച്ച ശേഷം നന്ദി പറയുക. മൂന്നാമതായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ക്വാളിറ്റീസ് അത് എഴുതി അതിനുശേഷം നിങ്ങൾ അത് ഓരോന്നും വായിച്ച് നന്ദി പറയുക. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്വാഭാവികമായും ഒരു പോസിറ്റീവ് മെൻ്റൽ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിയും. ഇനിയാണ് ഞാൻ പറയുന്ന ആ ടെക്നിക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കൈവശം അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾ കയ്യിൽ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ അവരുടെ ഫോട്ടോ ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ അവരുടെ ചിത്രമുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഈ ടെക്നിക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് കോള് ലഭിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്നേഹം വർദ്ധിപ്പിക്കാം. നിങ്ങൾക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അവരുടെ സ്നേഹം വർദ്ധിപ്പിക്കാനായിട്ടും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ കയ്യിൽ എടുത്തു വെച്ച ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഇങ്ങനെ സങ്കല്പിക്കുക. അവർ നിങ്ങളെ വിളിക്കുന്നു, ഫോണിൽ വിളിക്കുന്നു, നിങ്ങളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് സമയം ചിലവാക്കുന്നു. അങ്ങനെ നിങ്ങൾ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. ആ ഫോട്ടോ കയ്യിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ കണ്ണുകൾ തുറന്ന് ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് തന്നെ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് 3 തവണ പറയുക. ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇനി നിങ്ങൾ അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും ലവ് എനർജി, അതായത് സ്നേഹത്തിൻ്റെ ഊർജം അയക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഫോട്ടോയിലെ വ്യക്തിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുക. അവരുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ മനസ്സുമായി വളരെ നല്ല ഒരു ബന്ധം സൃഷ്ടിക്കുക. അങ്ങനെ ആ ബന്ധം സൃഷ്ടിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ നിന്നും അവരുടെ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റേതായ ഊർജം അയക്കാൻ തുടങ്ങുക. ആ സമയത്ത് നിങ്ങൾ ഈ അഫർമേഷനുകൾ മനസ്സിൽ പറയുക. നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ചിലവഴിച്ച വളരെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നമുക്ക് പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം. നമ്മൾ എന്നേക്കുമായി പരസ്പരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്നും എന്നും എപ്പോഴും നമ്മൾ ഒരുമിച്ചുള്ള വളരെ സന്തോഷകരമായ നിമിഷങ്ങൾക്കും സന്തോഷകരമായ ജീവിതത്തിനും നമുക്ക് പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം. നമ്മൾ ഇന്നും എന്നും എപ്പോഴും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും വിശ്വസിച്ചും സന്തോഷിച്ചുമുള്ള നിമിഷങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിയോട് നമുക്ക് ആത്മാർത്ഥമായി നന്ദി പറയാം.
നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് വളരെ നന്ദിയും സന്തോഷവും ഉണ്ട്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. നമ്മൾ ഒരുമിച്ചുള്ള ഈ സന്തോഷകരമായ ജീവിതം നമുക്ക് എന്നും നൽകിക്കൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിയോട് നമുക്ക് നന്ദി പറയാം. ഞാൻ നിങ്ങളെ ഇന്നും എന്നും എപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്നേഹമാണ്. നമ്മൾ ഒരുമിച്ച് സ്നേഹിച്ചും വിശ്വസിച്ചും ബഹുമാനിച്ചും സന്തോഷിച്ചുമുള്ള ഈ ജീവിതം എന്നും നിലനിൽക്കുന്നതും അതിശക്തവും ആത്മാർത്ഥവുമാണെന്ന് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ തിരിച്ചറിയുന്നു. നമ്മൾ പരസ്പരം എന്നും എപ്പോഴും വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെ വളരെ സന്തോഷവും നന്ദിയും ഉണ്ട്. നമ്മുടെ എന്നും നിലനിൽക്കുന്ന അതിശക്തമായ ഈ സ്നേഹത്തിന് നമുക്ക് പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം. നന്ദി, നന്ദി, നന്ദി. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടെക്നിക്ക്. ഇതിന് ഫോട്ടോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട്, അതായത് ആ മെസ്സേജ് അല്ലെങ്കിൽ ആ കോള് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായി പൂർണ്ണമായ വിശ്വാസത്തോടെ ആ സ്നേഹം ലഭിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ്, ആ സന്തോഷം ഇപ്പോൾ ഈ നിമിഷം ആസ്വദിച്ചുകൊണ്ട് ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ട് ആ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഇരുന്നു കൊണ്ട് വേണം നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഈ ടെക്നിക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മൂന്നാമതൊരാളിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ, കുടുംബാംഗങ്ങളുടെ, അതായത് നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടും നിങ്ങൾക്ക് ഈ ഫോട്ടോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ അവരുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക. അപ്പം നിങ്ങളുടെ മകനാണെങ്കിൽ മകനും മകൻ്റെ ഭാര്യയുമുള്ള ആ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക. അതുപോലെ അവരുടെ നല്ല സ്വഭാവ ഗുണങ്ങൾ, നിങ്ങളുടെ സ്വഭാവം എഴുതുന്നതിൻ്റെ പകരം അവരുടെ സ്വഭാവത്തിലെ 5 പ്രത്യേകതകൾ, നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ മകൻ്റെ സ്വഭാവത്തിലെ 5 കാര്യങ്ങൾ, അതുപോലെ തന്നെ മകൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിലെ 5 കാര്യങ്ങൾ, ഇത് എഴുതിയതിന് ശേഷം വായിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അവരുടെ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്, അവരുടെ മകൻ്റെ ജീവിതത്തിലെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് ഏത് LOA ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന്. അപ്പോൾ അവർക്ക് ഇതുപോലെ ഈ ഫോട്ടോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായി 100% വിശ്വാസത്തോടെയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടെയും കൂടി വേണം നിങ്ങൾ അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് 100% റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും എന്നതാണ്. നിങ്ങളെല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.